നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ആദ്യമായി കാണുന്നതിലേക്ക് ഒന്നുകൂടി പറയുകയാണ്. ഐ എം സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് എ സൈക്കോളജിക്കൽ റിസർച്ച്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നു എന്നറിയുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ പേഴ്സണൽ വിളിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. സന്തോഷം, നന്ദി. അപ്പം ഇന്നത്തേത് വളരെ പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ, കാരണം ആദ്യമായിട്ട് ആരെങ്കിലും, ഒരുപാട് പേര് ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ്. നമ്മൾ ഏതൊരു ടെക്നിക്കും ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വേണമെന്നറിയാമോ? നമുക്കതിൽ 100% ബിലീഫ് വേണം. നമ്മൾ അവർ പറയുന്നത് കേട്ടും ഇവർ പറയുന്നത് കേട്ടും വീഡിയോൻ്റെ ആദ്യം കേട്ടും അവസാനം കേട്ടും അങ്ങനെയൊന്നല്ല ചെയ്യാം. നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും ഒരു വിശ്വാസം വേണം, അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും നമുക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഒരു ജോലിയിലാകട്ടെ, ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നതിലാകട്ടെ, ഏതൊരു കാര്യത്തിനും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ 100% വിശ്വസിച്ച് പെർഫെക്റ്റായി ചെയ്യുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതുപോലും ചെയ്യാൻ സാധിക്കാതെ വെറുതെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരോടൊന്നും പറയാൻ സാധിക്കില്ല. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കതിന് സമയമുണ്ടോ? നമുക്ക് കേട്ടിരിക്കാൻ സമയമുണ്ടോ? നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഓരോരുത്തരുടെയും മൈൻഡ് പവർ വ്യത്യാസപ്പെട്ടതാണ്. ഓരോരുത്തരുടെയും മൈൻഡ് പവർ എന്ന് പറയുന്നത് വ്യത്യസ്തതയുള്ളതാണ്. ആ മൈൻഡ് പവറിനനുസരിച്ചായിരിക്കും നിങ്ങളിൽ മാനിഫെസ്റ്റേഷൻ നടക്കുക. അവർക്ക് വർക്ക് ചെയ്തു, ഇവർക്ക് വർക്ക് ചെയ്തു, എനിക്ക് എന്തുകൊണ്ട് ചെയ്തില്ല എന്നല്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മളെ തന്നെയാണ് ക്രിട്ടിസൈസ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം, ഗോൾ സെറ്റ് ചെയ്യുക. ഓരോരുത്തരോടും ചോദിച്ചാൽ അവർക്ക് ഒന്നിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് പോലുമില്ല, ഒരു ലക്ഷ്യമില്ല, ഒരു ഗോളില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. എന്താണ് വേണ്ടത് എന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. 2 എന്ന് പറയുന്നത് എന്താണ്? ക്ലാരിറ്റി. ആ വേണ്ട കാര്യത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായ, വ്യക്തതയാർന്ന ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത്, നമ്മളതിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഇത് 2 മൈൻഡോടുകൂടി, നമുക്കിത് വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന അതേ മൈൻഡോടുകൂടി, അതേ സമയത്ത് ഇത് നടക്കുമോ നടക്കില്ലയോ എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഇത് വർക്ക് ചെയ്യില്ല. 100% ബിലീഫോട് കൂടിയാണ് നിങ്ങളിത് ഏതൊരു കാര്യം അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അത് വർക്ക് ചെയ്യും. നാലാമത്തത് എന്താണ്? നാലാമത്തെ കാര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ എടുക്കുക. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ധ്യാനിച്ചിരിക്കില്ല. നമ്മൾ ആക്ഷനും കൂടി എടുക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായി ചെയ്യുക എന്നതാണ്. പിന്നെ വരുന്നതാണ് 5ാമത്തെ കാര്യം. എന്താണ്? നമ്മൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഇതെന്താ നടക്കാത്തത്, ഇതെപ്പോൾ നടക്കും, ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിന്തകൾ നമ്മൾ
പാടെ ഉപേക്ഷിക്കുക. നമ്മൾ ഈ 5 കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മളത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് വിടുക. എന്താണ് ലെറ്റ് ഇറ്റ് ഗോ? നമ്മൾ പ്രപഞ്ചത്തിലേക്ക് വിട്ടയക്കുക. അതിനെക്കുറിച്ച് ബോധേഡാവാതിരിക്കുക, ടെൻഷൻ ആവാതിരിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നടക്കും. നടക്കാതെ എവിടെയും പോകില്ല. ഇത് പ്രപഞ്ച നിയമമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോസും ലഭിക്കും. ഒരുപാട് വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന ടോപ്പിക്ക് തന്നെയാണ്, കണ്ടൻറ്റുള്ള ടോപ്പിക്ക് തന്നെയാണ്. അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ എനിക്ക് തരേണ്ട സപ്പോർട്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. എങ്കിലേ നമുക്ക് ഏതൊരു കാര്യവും കംപ്ലീറ്റ് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളെ 21 days മൈൻഡ് റീപ്രോഗ്രാം കോഴ്സ് പങ്കെടുത്ത് ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് എൻക്വയറി നടത്തി ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് അറിയാൻ സാധിക്കുന്നതിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് എന്നോട് തന്നെ ഗ്രേറ്റ്ഫുൾ തോന്നുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോസുമായി കാണുന്നവരേക്കും ബൈ.